സുഹൃത്തുക്കളെ ഇപ്പോൾ നിൽക്കുന്നത് നേരത്തെ മിസ്സാണ്. ഇവിടെ ഹർത്താലിന് ഭാഗമാണ്. വണ്ടികളെല്ലാം പോകുന്നു. അപ്പോൾ നേരത്തേക്കാണെങ്കിൽ ഹർത്താൽ നടന്നപ്പോൾ ആൾക്കാർ പ്രതികരിച്ച് ആരും വീട്ടിൽ വെളിയിറങ്ങാനൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാവരും സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതോടുകൂടെ എല്ലാവരും എന്താ പറയുക, ഹർത്താലിനെ അങ്ങനെ അനുകൂലിക്കുന്നില്ല. എന്നാൽ ആ നിതിരെന്ന ചെറുപ്പക്കാരന് നീതി കിട്ടണം. അതാമെന്ന ആ ചെറ്റ ഇങ്ങേർക്കെതിരെ സർക്കാർ നീതി പാലിക്കുക. അതായത് അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. ആ നിതിനെന്ന പയ്യന് നീതി ലഭിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ റോഡൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരാണ്. ചേച്ചി ആരും പ്രതികരിക്കുന്നില്ല. ഗൈസ്. അപ്പോൾ ഹർത്താൽ പൂർണ്ണമായിട്ട് സ്തംഭിച്ചിട്ടുണ്ട്. വണ്ടി ഓടുകയും സാധാരണ നിൽക്കുന്നത് പോലെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചേട്ടാ ഒരു കാര്യം കാറിലുണ്ടാണ് നിതിനെന്ന ചെറുപ്പക്കാരത്തെ ഹർത്താലാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം അപ്പോൾ അതിനെ പറ്റി പറയാനുണ്ടോ? അവിടെ നീതി കിട്ടുന്ന ഇവിടുത്തെ ആളല്ല, ഞാൻ അവിടെ നടത്തുന്ന ആളാണ്. ഓക്കെ. അതായത് ഒരു സ്റ്റുഡൻസാണ്. ഒരു അധ്യാപകൻ എന്ന് പറയുന്ന രാമൻ എന്ന് പറയുന്ന ആൾ മൃഗീയമായി പീഡിപ്പിച്ച് അവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതിനെതിരെയാണ് കേരളത്തിൽ നിന്ന് ഹർത്താൽ നടത്തുന്നത്. പക്ഷേ വണ്ടികളെല്ലാം പോകുന്നുണ്ട്. അത് അനുകരിച്ച് വരുന്നില്ല. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ അതിനെപ്പറ്റി? ആ അധ്യാപകനെതിരെ ഒരു വീട്ടിലെ ഒരു ഏക അത്താണിയായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു, 21 വയസ്സുണ്ടായിരുന്നു. അല്ല, എന്നാലും നീതി കിട്ടണ്ടേ? അപ്പോൾ നീതി കിട്ടണമല്ലോ. ഓക്കെ ചേട്ടൻ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ്. ഇവിടുത്തെ ആളല്ല, കേരളത്തിലെ ആളല്ല. അപ്പോൾ ഗൈസ്, പൊതുവിൽ സാധാരണ വണ്ടികളെല്ലാം ഓടുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹർത്താൽ ഇവിടെ എന്താ പറയുക, ചിലർ അറിഞ്ഞിട്ട് പോലുമില്ല. ഹർത്താൽ എന്ന് പറയുന്ന സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ആ നിതിനെന്ന ചെറുപ്പക്കാരൻ നീതി കിട്ടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യുക.